ഹലോ ജിയേഴ്സ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഹിസ്റ്റോറിക്കൽ റെവല്യൂഷൻ എങ്ങനെയായിരുന്നു എന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്കിനി ബാക്കി നോക്കാം. നോക്കൂ, ഫസ്റ്റ് ജനറേഷൻ, അതായത് 1940 to 1956 ആണ് നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ എന്ന് അറിയപ്പെടുന്നത്. വാക്യൂം ട്യൂബ്സ്, ദി ഫസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് വാക്യൂം ട്യൂബ്സ് ഫോർ circuitry and magnetic drums for memory. They were often huge, occupying entire rooms, very expensive to operate, using a great deal of electricity and generated a lot of heat, which was often the cause of malfunctions. First, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാക്യൂം ട്യൂബ്സ് ആയിരുന്നു ഫസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ബാഡ് എഫക്ട്സ് ഒക്കെയാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്. അതായത് ഡ്രംസ് ആണ് അതിൽ മെമ്മറി, മാഗ്നറ്റിക് ഡ്രംസ് ആയിരുന്നു മെമ്മറിക്കായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദേ വർ ഓഫൺ വെരി ഹ്യൂജ്, ലൈക്ക് നല്ല ഒരു റൂം ഒക്കെ ഫുള്ളായിട്ട് വേണമായിരുന്നു ആ ഒരു വാക്യൂം ട്യൂബ് വെക്കാനായിട്ട്. അത്രയും സ്പേസ് വേണമായിരുന്നു. ആൻഡ് എക്സ്പെൻസീവ്, അതിൻ്റെ ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ആൻഡ് ഗ്രേറ്റ് ഡീൽ ഓഫ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തിരുന്നു. അത് കാരണം ഹീറ്റ് ഡെവലപ്പ് ചെയ്തിരുന്നു. അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ആയിരുന്നു നമ്മുടെ വാക്യൂം ട്യൂബിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ അത് കാരണമുള്ള മാൽഫങ്ഷൻസും അതിനുണ്ടായിരുന്നു. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് റിലൈഡ് ഓൺ മെഷീൻ ലാംഗ്വേജ് ടു പെർഫോം ഓപ്പറേഷൻസ് ആൻഡ് they could only solve one problem operations at a time. ഓക്കെ, സോ മെഷീൻ ലാംഗ്വേജ് കൺസെപ്റ്റ് നമുക്കറിയാം. മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കമ്പ്യൂട്ടറിന് ആകെ അറിയാവുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് ആണ്. അതായത് അതിന് സീറോസും വൺസ്, ബൈനറി ആയിട്ടുള്ള സീറോസും വൺസും മാത്രം ആക്സെപ്റ്റ് ചെയ്യാനേ കമ്പ്യൂട്ടറിന് അറിയുള്ളൂ. ഓക്കെ, സോ ആ ഒരു പ്രോബ്ലം ആ സമയത്ത് ഉണ്ടായിരുന്നു. Input was based on punched cards and paper tape, and output was displayed on printouts. നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പഞ്ച്ഡ് കാർഡ്സ് അതുപോലെ പേപ്പർ ടേപ്പ് ഒക്കെ ത്രൂ ആയിരുന്നു. ഔട്ട്പുട്ട് കിട്ടിയിരുന്നത് ഇങ്ങനെയായിരുന്നു, പ്രിൻ്റ് ഔട്ട്സ് പറയുന്നു അല്ലേ. നമ്മളിപ്പോൾ ഇങ്ങനെ ഇൻപുട്ട് കൊടുക്കുന്നത് നമ്മൾ കീബോർഡ് ത്രൂ ഇൻപുട്ട് കൊടുക്കും അല്ലേ, അല്ലെങ്കിൽ ക്യാമറ ത്രൂ ഇൻപുട്ട് കൊടുക്കും. നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് മോണിറ്റർ ത്രൂ ആണ് അല്ലേ. ഓക്കെ, examples of first generation computers are UNIVAC, Universal Automatic Computer, ENIAC, Electronic Numerical Integrator and Computer. The UNIVAC was first commercial computer delivered to a business client, the US Census Bureau in 1951. അപ്പോൾ യൂണിവാക് ആയിരുന്നു ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ ആയിട്ട് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് ജനറേഷൻ നോക്കാം. അത് ട്രാൻസിസ്റ്റേഴ്സ് ആണ് കേട്ടോ. സോ ഫസ്റ്റ് ജനറേഷനിൽ നമ്മൾ എന്താ കണ്ടത്, വാക്യൂം ട്യൂബ്സ് കണ്ടു. സെക്കൻഡ് ജനറേഷൻ ആയപ്പോൾ എന്തായി, അത് ട്രാൻസിസ്റ്റേഴ്സ് ആയി. അതിൻ്റെ ഒരു ടൈമിംഗ് നോക്കൂ, 1956 to 1963 ആണ്. ഓക്കെ, ട്രാൻസിസ്റ്റേഴ്സ് റീപ്ലേസ്ഡ് വാക്യൂം ട്യൂബ്സ് ആൻഡ് ushered in the second generation of computers. Okay, the transistor was invented in 1947 but did not see widespread use in computers until the late 50s. Okay, 47 ആയപ്പോഴത്തേക്കും അതിൻ്റെ ഇൻവെൻഷൻ നടന്നു, പക്ഷെ അത് വൈഡ് സ്പ്രെഡ് ആവാൻ ടൈം എടുത്തു. ഒരു 50s അത് വൈഡ് സ്പ്രെഡ് ആയത്. Okay, the transistor was far superior to the vacuum tube, allowing computers to become smaller, faster, cheaper, more energy efficient and more reliable than their first generation predecessors. ലൈക്ക് നോക്കൂ, നമ്മൾ ഏതൊരു സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്യണം, അതെന്താവണം, നമ്മുടെ ഓൾഡ് സിസ്റ്റത്തിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്താലാണ് നമ്മൾ ന്യൂ സിസ്റ്റംസ് ആക്സെപ്റ്റ് ചെയ്യുക അല്ലേ. നമ്മൾ കണ്ടു വാക്യൂം ട്യൂബിന് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. സോ അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, ട്രാൻസിസ്റ്റേഴ്സ് സ്മോളാണ്, സൈസിൽ ചെറുതായി, പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, ചീപ്പറായി, മണി നമുക്ക് അഫോർഡബിളായിട്ട് തോന്നി, മോർ എനർജി എഫിഷ്യൻ്റ് ആയിരുന്നു ഫസ്റ്റ് ജനറേഷൻ. പ്രീഡിസസറിനേക്കാളും ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണല്ലേ ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, ദോ ദ ട്രാൻസിസ്റ്റർ സ്റ്റിൽ ജനറേറ്റഡ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഹീറ്റ് ദാറ്റ് സബ്ജക്റ്റഡ് ദ കമ്പ്യൂട്ടർ ടു ഡാമേജ്. ഇറ്റ് വാസ് എ വാസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ഓവർ ദ വാക്യൂം ട്യൂബ്സ്. സോ നമ്മൾ
വാക്യൂം ട്യൂബ്സിൽ നമ്മളൊരു പറഞ്ഞ പ്രോബ്ലം ആയിരുന്നു ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. സോ സെയിം സിറ്റുവേഷൻ ഇതിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, so second generation computers still relied on punched cards for input and printouts for output. ഇവിടെ ഇവർ ഇൻപുട്ട് എന്തായിരുന്നു? പഞ്ച്ഡ് കാർഡ്സ് ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ പഞ്ച്ഡ് കാർഡ്സും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. പഞ്ച്ഡ് കാർഡ്സ് ആയിരുന്നു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, പ്രിൻ്റ് ഔട്ട്സ് ഔട്ട്പുട്ടായിട്ട് സെയിം ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് തിയറി സെയിം ആയി. ദെൻ second generation computers moved from cryptic binary machine language to symbolic or അസംബ്ലി ലാംഗ്വേജസ്. നമ്മൾ പറഞ്ഞു നേരത്തെ മെഷീൻ ലാംഗ്വേജസ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ എന്തായി? സിംബോളിക് ഓർ അസംബ്ലി ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജിനൊക്കെയുള്ള സെക്കൻഡ് ഇതാണല്ലോ അസംബ്ലി, അതായത് അതിൽ സിമ്പിൾസും ഇംഗ്ലീഷ് വേർഡ്സും ഒക്കെ യൂസ് ചെയ്യും അസംബ്ലി ലാംഗ്വേജ്. സോ അങ്ങനെയായി വിച്ച് അലൗഡ് പ്രോഗ്രാമേഴ്സ് ടു സ്പെസിഫൈ ഇൻസ്ട്രക്ഷൻ ഇൻ വേർഡ്സ്. അതുകൊണ്ട് എന്തായി? പ്രോഗ്രാമേഴ്സിന് വേർഡ്സിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനായിട്ട് പറ്റി, വേർഡ്സിൽ പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റി. High-level programming languages were also being developed at this time. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ലൈക്ക് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പോലത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ആ ഒരു സമയത്താണ് ഇൻവെൻറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, സച്ച് ആസ് ഏർലി വേർഷൻസ് ഓഫ് കൊബോൾ ആൻഡ് ഫോർട്രാൻ. നമുക്കറിയാം കൊബോൾ ആൻഡ് ഫോർട്രാൻ ഇങ്ങനത്തെ ലാംഗ്വേജസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ സി ലാംഗ്വേജിൻ്റെ പ്രീഡിസറായിട്ട് വരും. ഓക്കെ, സോ ആ ലാംഗ്വേജിൻ്റെ ഇൻവെൻഷനൊക്കെ നടക്കുന്നത് ആ ഒരു സമയത്താണ്. These were also the first computers that stored their instructions in their memory, which moved from a magnetic drum to magnetic core technology. നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഡ്രം അല്ലെങ്കിൽ മാഗ്നറ്റിക് കോർ ആയിരുന്നു ആദ്യമൊക്കെ എന്തായിരുന്നത്? മെമ്മറി ആയിരുന്നത്. ഈ നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ അത് മെമ്മറിയിൽ സേവ് ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടി വരാൻ തുടങ്ങി. വിച്ച് മൂവ്ഡ് ഫ്രം എ മാഗ്നറ്റിക് ഡ്രം ടു മാഗ്നറ്റിക് കോർ ടെക്നോളജി. ഓക്കെ, ദ ഫസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ഓഫ് ദിസ് ജനറേഷൻ വർ ഡെവലപ്ഡ് ഫോർ ദ അറ്റോമിക് എനർജി ഇൻഡസ്ട്രി. സോ ഈ ഒരു ജനറേഷൻ, അതായത് സെക്കൻഡ് ജനറേഷനിൽ ഒരു ഫസ്റ്റ് കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്യുന്നത്, അതായത് ഇൻവെൻറ്റ് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അറ്റോമിക് എനർജി ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ഓക്കെ, തേർഡ് ജനറേഷൻ ടൈമിംഗ് നോക്കൂ. 1964 to 1971. ഓക്കെ, integrated circuits. The development of the integrated circuit was the hallmark of the third generation of computers. ഓക്കെ, നമ്മൾ വാക്യൂം ട്യൂബ്സ് കഴിഞ്ഞു, ട്രാൻസിസ്റ്റേഴ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്? ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഓക്കെ, ട്രാൻസിസ്റ്റേഴ്സ് വർ മിനിയേച്ചറൈസ്ഡ് ആൻഡ് പ്ലേസ്ഡ് ഓൺ സിലിക്കൺ ചിപ്സ്. എന്തായി? സൈസ് വീണ്ടും കുറഞ്ഞു. ട്രാൻസിസ്റ്റേഴ്സിന് ഒന്നുകൂടെ മിനിയേച്ചേർഡ് വേർഷൻ എന്താണ്? സിലിക്കൺ ചിപ്സിലേക്ക് വന്നു. കോൾഡ് സെമി കണ്ടക്ടേഴ്സ്. നമുക്കറിയാം സെമി കണ്ടക്ടേഴ്സ് വിച്ച് ഡ്രാസ്റ്റിക്കലി ഇൻക്രീസ്ഡ് ദ സ്പീഡ് ആൻഡ് എഫിഷ്യൻസി ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അത് കാരണം എന്താ ഉണ്ടായത്? സ്പീഡ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു. ഇൻസ്റ്റെഡ് ഓഫ് പഞ്ച്ഡ് കാർഡ്സ് ആൻഡ് പ്രിൻ്റ് ഔട്ട്സ് യൂസർ ഇൻറ്ററാക്റ്റഡ് വിത്ത് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ത്രൂ കീബോർഡ്സ് ആൻഡ് മോണിറ്റേഴ്സ്. ഓക്കെ, പിന്നെന്തായി? ഇൻപുട്ട് നമ്മൾ കീബോർഡ്സ് ത്രൂ കൊടുക്കാൻ തുടങ്ങി, ഔട്ട്പുട്ട് മോണിറ്റേഴ്സ് ത്രൂ കിട്ടാനും തുടങ്ങി. ആൻഡ് ഇൻ്റർഫേസ്ഡ് വിത്ത് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓൾസോ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഉണ്ടായിരുന്നു which allowed the device to run many different applications at one time with a central program that monitored the memory. ഓക്കെ, അപ്പം നമുക്ക് ഒരുപാട് ഓപ്പറേഷൻസ് സെയിം ടൈമിൽ ചെയ്യാനായിട്ട് പറ്റി, ഒരുപാട് അപ്ലിക്കേഷൻസ് അറ്റ് ദ സെയിം ടൈം നമുക്ക് ചെയ്യാനായിട്ട് പറ്റി, ആൻഡ് മെമ്മറിയിൽ സേവ് ചെയ്യാനൊക്കെ പറ്റി. Computers were the first time accessible to a mass audience because they were smaller and cheaper than their predecessors. നമുക്ക് നോക്കാം, നമ്മൾ കണ്ടു ആദ്യത്തെ നമ്മൾ ആ ഫസ്റ്റ് കമ്പ്യൂട്ടറിൻ്റെയൊക്കെ സൈസ് എത്രയായിരുന്നു, അതുപോലെ തന്നെ അത് കോസ്റ്റ്ലിയും ആയിരുന്നു. സോ അതിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇതെന്താണ്? എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ചെറിയ സൈസിലും ആയിരുന്നു, ചീപ്പറും ആയിരുന്നു. ഓക്കെ, അത്രയാണ് നമുക്ക് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ മനസ്സിലാക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. Okay, fourth generation. And the fourth generation belongs to the microprocessors. അല്ലേ, ഇവിടെ നമ്മൾ മൈക്രോ പ്രോസസ്സേഴ്സായി, അതായത് 1971 തൊട്ട് അറ്റ് ദ പ്രസൻറ്റ് വരെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഫോർത്ത് ജനറേഷനിലാണ്. ഓക്കെ, ആദ്യം നമ്മളെന്ത് പറഞ്ഞു? നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആയിരുന്നു. ഇവിടെ എന്താണ്? തൗസൻഡ്സ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് നമ്മൾക്ക് ഒരു സിംഗിൾ ചിപ്പിൻ്റെ അകത്ത്, ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിൻ്റെ അകത്ത് കൊണ്ടുവരാനായിട്ട് പറ്റിയല്ലേ.
വാട്ട് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ ഫിൽഡ് ആൻഡ് എൻ്റെ റൂം കുഡ് നൗ ഫിറ്റ് ഇൻ ദ പാം ഓഫ് ദ ഹാൻഡ് അല്ലേ. എന്താ ആദ്യം എന്തായിരുന്നു, ഒരു എൻ്റെ റൂമിനകത്ത് കൊള്ളുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം ഇപ്പോൾ നമ്മുടെ കൈവെള്ളയിൽ വയ്ക്കാവുന്നതേ ഉള്ളൂ. ദ ഇൻറ്റൽ 4004 ചിപ്പ് ഡെവലപ്ഡ് ഇൻ 1971. അങ്ങനെയാണ് ഇൻറ്റൽ 4004 എന്നുള്ള ചിപ്പ്, സിലിക്കൺ ചിപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് ഇൻ 1971. ലൊക്കേറ്റഡ് ഓൾ ദ കമ്പണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കമ്പണൻസും ഫ്രം ദ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആൻഡ് മെമ്മറി ടു ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾസ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ടു മെമ്മറിയും ഇൻപുട്ടും ഔട്ട്പുട്ട് കൺട്രോളും എല്ലാം സിംഗിൾ ചിപ്പിലായി. In 1981, IBM introduced its first computer for the home user, and in 1984, Apple introduced the Macintosh. നമുക്കറിയാം 1981 ആയപ്പം എന്താണ് IBM എന്ത് ചെയ്തു, ഒരു ഫസ്റ്റ് കമ്പ്യൂട്ടർ ഹോം യൂസേഴ്സിന് വേണ്ടിയുള്ള ഫസ്റ്റ് കമ്പ്യൂട്ടർ ഇൻവെൻറ്റ് ചെയ്തു. ആൻഡ് 1984 തന്നെ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് എന്ത് ചെയ്തു, മാക്കിൻടോഷ്. നമുക്കറിയാം മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലേ, മാക്കിൻടോഷ്. മൈക്രോ പ്രൊസസ്സേഴ്സ് ഓൾസോ മൂവ്ഡ് ഇൻ ടു മെനി ഏരിയാസ് ഓഫ് ലൈഫ് as more and more everyday products began to use microprocessors. അത് മോർ ആൻഡ് മോർ നമ്മുടെ ഡെയിലി യൂസിലേക്ക് വന്നുകൊണ്ടേയിരുന്നു കമ്പ്യൂട്ടർ. ആസ് ദി സ്മോൾ കമ്പ്യൂട്ടേഴ്സ് ബിക്കം മോർ പവർഫുൾ, ദേ കുഡ് ബി ലിങ്ക്ഡ് ടുഗെദർ ടു ഫോം നെറ്റ്വർക്ക്സ്. നമുക്കെന്തറിയാം, സ്മോൾ കമ്പ്യൂട്ടേഴ്സ് വളരെ പവർഫുള്ളാണെന്ന് കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് അവയെല്ലാം ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു നെറ്റ്വർക്ക് ഉണ്ടാകാനായിട്ട് സാധിച്ചു. വിച്ച് ഇവൻച്വലി ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഇൻ്റർനെറ്റ്. അതാണ് പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഇൻ്റർനെറ്റിലേക്ക് നയിച്ചത്. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഓൾസോ സോ ദ ഡെവലപ്മെൻറ്റ് ഓഫ് GUIs, ദ മൗസ് ആൻഡ് ദ ഹാൻഡ് ഹെൽഡ് ഡിവൈസസ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇൻ്റർനെറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടായി. ആൻഡ് ഓൾസോ സോ ദ ഡെവലപ്മെൻറ്റ് ഓഫ് GUIs, ഗ്രാഫിക് യൂസർ ഇൻ്റർഫേസസും മൗസും ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ഡിവൈസസിലേക്കൊക്കെ എന്ത് ചെയ്തു, ഈ ഒരു ഇൻവെൻഷൻ പിന്നീട് ലീഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. നോക്കൂ, ഫിഫ്ത്ത് ജനറേഷൻ. ഓക്കെ, പ്രസൻറ്റ് ആൻഡ് ബിയോണ്ട്, അതായത് ഇപ്പം നിലനിൽക്കുന്നതും ഇനി വരാനിരിക്കുന്നതുമാണ് എന്ത്, ഫിഫ്ത്ത് ജനറേഷൻ. നിങ്ങൾ പിക്ചറിൽ കണ്ടില്ലേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പിക്ചർ കണ്ടില്ലേ. ഓക്കെ, ഇതാണ് ഇനി ബിയോണ്ട് ആയിട്ട് വരാനിരിക്കുന്നത്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് ബേസ്ഡ് ഓൺ artificial intelligence are still in development, though there are some applications such as voice recognition that are being used today. ഓക്കെ, നമ്മൾ കണ്ടു AI ഇപ്പോൾ വാസ്റ്റായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതായത് ഇപ്പം ഫിഫ്ത്ത് ജനറേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് AIൻ്റെ ഡെവലപ്മെൻറ്റാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡെവലപ്മെൻറ്റാണ്. സ്റ്റിൽ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും വോയിസ് റെക്കഗ്നീഷൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട്. AIയുടെ ഒരു വർക്ക് എങ്ങനെയാണെന്ന് കാണുന്നുണ്ട്. ഇപ്പം ലൈക്ക് ആപ്പിൾ യൂസ് ചെയ്യുന്നവർക്ക് സിറി ഉണ്ട്, ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിൾ അല്ലേ. നമ്മൾ കമാൻഡ് കൊടുക്കുന്നതനുസരിച്ച് അതിനുള്ള ഔട്ട്പുട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. ദ യൂസ് ഓഫ് പാരലൽ പ്രോസസ്സിംഗ് ആൻഡ് സൂപ്പർ കണ്ടക്ടേഴ്സ് ഈസ് ഹെൽപ്പിംഗ് ടു മേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ റിയാലിറ്റി. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്, പാരലൽ പ്രോസസ്സിംഗ് ആൻഡ് സൂപ്പർ കണ്ടക്ടേഴ്സാണ്. Quantum computation and molecular nanotechnology will radically change the face of computers in years to come. So ഇനി വരാൻ പോകുന്ന കമ്പ്യൂട്ടേഴ്സിനെ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ടെക്നോളജീസാണ് എന്തൊക്കെയാണ്, molecular and nano technology. Then the goal of fifth generation computing is to develop devices that respond to natural language input and are capable of learning and self-organization. സോ നമ്മൾ ഇനി ഫ്യൂച്ചർ ഗോൾ എന്താണ്, നമ്മൾ ഏത് ലാംഗ്വേജ് ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ലേൺ ചെയ്യാനുള്ള അതിനൊരു കപ്പാബിലിറ്റി വേണം ആൻഡ് സെൽഫ് ഓർഗനൈസേഷൻ അതിന് വേണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ എന്താണ്, ഇംഗ്ലീഷിൽ നമ്മൾ കമാൻഡ് കൊടുത്താൽ നമുക്ക് റിപ്ലൈസ് കിട്ടുള്ളൂ, ഔട്ട്പുട്ട് കിട്ടുള്ളൂ അല്ലേ. സോ ഏത് ലാംഗ്വേജ് കേട്ടാലും അതിന് വർക്കാവുന്ന രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ, ഇൻവെൻഷൻസാണ് പുതുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടല്ലേ. സോ ഫസ്റ്റ് വൺ ഈസ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്. എ പേഴ്സണൽ കമ്പ്യൂട്ടർ ദാറ്റ് വി കോൾഡ് PC ഈസ് എ ഡിജിറ്റൽ ഡിവൈസ് ഡിസൈൻഡ് ഫോർ പേഴ്സണൽ പർപ്പസസ് സച്ച് ആസ് വർക്കിംഗ്, സ്റ്റഡിയിങ്, ഗെയിമിംഗ് ആൻഡ് ബ്രൗസിംഗ് ദ ഇൻ്റർനെറ്റ്. സോ നമുക്കറിയാം പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് അല്ലേ. PC നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, വർക്ക് ചെയ്യാനും സ്റ്റഡി ചെയ്യാനും ഗെയിമിങ്ങിൻ്റെ പർപ്പസിനും ഇൻ്റർനെറ്റിൽ ബ്രൗസ് ചെയ്യാനൊക്കെ നമ്മൾ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നു. A typical PC consists of several hardware components such as motherboard, processor, memory, storage and input-output devices. നമുക്കറിയാം എന്തൊക്കെയാണ് ഒരു PC യിൽ ഉണ്ടാവാം,
ഹാർഡ്വെയർ കമ്പോണൻസ് ഉണ്ടായിരിക്കും അല്ലേ, സച്ചസ് മദർ ബോർഡ് ഉണ്ടായിരിക്കും, പ്രൊസസ്സർ ഉണ്ടായിരിക്കും, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ ഉണ്ടാവും അല്ലേ, മോണിറ്റർ ഉണ്ടായിരിക്കും, കീബോർഡ് ഉണ്ടായിരിക്കും, മൗസ് ഉണ്ടായിരിക്കും. ഓക്കെ, X1 നോക്കൂ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. അതിൻ്റെ പിക്ചർ കണ്ടല്ലോ. കമ്പ്യൂട്ടേഴ്സ് വിത്ത് ലാർജ് ഹാർഡ് ഡ്രൈവ്സ്, ലോഡ്സ് ഓഫ് മെമ്മറി, multiple CPUs running together, does lots of computing depend upon the speed of processors used and memory used. So കണ്ടല്ലോ, നമ്മൾ ഇതിലെന്താണ്, ലാർജ് ഹാർഡ് ഡ്രൈവ്സും ഒരുപാട് മെമ്മറി ഉണ്ട്, റാമാണ് യൂസ് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ CPU അതിലുണ്ടായിരിക്കും, ഒരുപാട് കമ്പ്യൂട്ടിങ് നമ്മൾ അറ്റ് ദ സെയിം ടൈം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കൂ, supercomputers. A computer with lots of processors, ALUs like arithmetic logic unit ആണ് കേട്ടോ, memory, RAM, etc. Usually in scientific research work, capability of 14,000 microcomputers. ഓക്കെ, സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിക്ചർ നിങ്ങൾ കണ്ടില്ലേ, ഇതിലൊരുപാട് പ്രൊസസ്സേഴ്സ് ഉണ്ട്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്സ് വരുന്നുണ്ട്, മെമ്മറി റാം വരുന്നുണ്ട്. നമ്മൾ സയൻറ്റിഫിക് റിസർച്ച് വർക്കിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിനൊരു 14,000 മൈക്രോ കമ്പ്യൂട്ടേഴ്സിൻ്റെ ക്യാപ്പബിലിറ്റി വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, ലാപ്ടോപ്പ്. റൈറ്റ് സൈഡിൽ നിങ്ങൾ ലാപ്ടോപ്പിൻ്റെ ചിത്രം കണ്ടില്ലേ, നിങ്ങൾ ഓൾറെഡി കാണുന്നത് തന്നെയാണ് അല്ലേ, കോമ്പാക്റ്റ് പോർട്ടബിൾ വേർഷൻ ഓഫ് എ PC. നല്ല ഒതുക്കമുള്ള, നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നോട്ട്ബുക്ക് ഷേപ്പിലുള്ള സിസ്റ്റമാണ് എന്ത്, ലാപ്ടോപ്പ്. നെക്സ്റ്റ് നോക്കൂ, മൈക്രോ കമ്പ്യൂട്ടർ. എ വെരി സ്മോൾ കമ്പ്യൂട്ടർ യൂഷ്വലി യൂസ്ഡ് ഇൻ ക്യാമറാസ്. ക്യാമറാസിൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു സ്മോൾ കമ്പ്യൂട്ടറാണ് മൈക്രോ കമ്പ്യൂട്ടർ. മൈക്രോ കമ്പ്യൂട്ടർ ക്യാമറാസിൽ മാത്രമല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്. എ മൈക്രോ കമ്പ്യൂട്ടർ സംടൈംസ് ഷോർട്ടൻ ടു മൈക്രോ, നമ്മളിതിന് മൈക്രോ എന്നും പറയാറുണ്ട്. ഈസ് എ കമ്പ്യൂട്ടർ വിത്ത് എ മൈക്രോ പ്രോസസ്സർ ആസ് ഇറ്റ്സ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇതിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആയിട്ടുള്ളത് മൈക്രോ പ്രോസസ്സറാണ്. Another general characteristics of this computer is that they occupy physically small amounts of space and when compared to mainframe and mini computers. നമ്മൾ നോക്കുമ്പോൾ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സും മിനി കമ്പ്യൂട്ടേഴ്സും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മൈക്രോയ്ക്ക് എന്താണ്, അവരെക്കാളും കുറച്ച് സ്പേസ് മതി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, PDA, പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻ്റ് ഓർ പാം ടോപ്പ്. ഈ പിക്ചറിൽ കാണുന്നത് PDAs നിങ്ങൾക്ക് പലർക്കും ഫെമിലിയർ ആയിരിക്കും അല്ലേ. എ പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻറ്റ് PDA ഈസ് എ ഹാൻഡ് ഹെൽഡ് കമ്പ്യൂട്ടർ. നമുക്ക് കയ്യിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടറാണ് എന്ത്, PDA എന്ന് പറയുന്നത്. ബട്ട് ഹാസ് ബിക്കം മച്ച് മോർ വേഴ്സറ്റൽ ഓവർ ദി ഇയേഴ്സ്. വർഷങ്ങൾ കഴിയുന്തോറും അത് കൂടുതൽ വേഴ്സറ്റൽ ആയിക്കൊണ്ടിരുന്നു, അതിന് കൂടുതൽ എന്താണ്, ഡിഫറെൻറ്റ് യൂസസ് അതിന് വന്നു. PDAs ആർ ഓൾസോ നോൺ ആസ് എ സ്മോൾ കമ്പ്യൂട്ടേഴ്സ് ഓർ പാം ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്. PDAs നമ്മൾ സ്മോൾ കമ്പ്യൂട്ടർ എന്നും പാം ടോപ്പ് കമ്പ്യൂട്ടർ എന്നും പറയാറുണ്ട്. PDAs have many uses. Calculation, uses a clock and calendar, accessing the internet, sending and receiving emails, video recording, typewriting and word processing, used an address book, making and writing on spreadsheets, scanning barcodes, uses radio or stereo playing computer games, പിന്നെ റെക്കോർഡിക്കലി സർവേ റെസ്പോൺസസ് ആൻഡ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS. അപ്പോൾ ഇങ്ങനത്തെ യൂസസൊക്കെ നമ്മൾ ഫോണിൽ ചെയ്യുന്ന ഇതുപോലത്തെ യൂസസൊക്കെ PDAയിലും ഉണ്ട്. ന്യൂവർ PDAs ഓൾസോ ഹാവ് ബോത്ത് കളർ സ്ക്രീൻസ് ആൻഡ് ഓഡിയോ കാപ്പബിലിറ്റീസ് enabling them to be used as mobile phones. സോ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മൊബൈൽ ഫോൺസിൻ്റെ പേർപ്പസിലേക്ക് PDAs ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ അത് എന്തായി, കളറിലും വരുന്നുണ്ട്. വെബ് ബ്രൗസേഴ്സ് ഓർ പോർട്ടബിൾ മീഡിയ പ്ലേയേഴ്സ്. Okay, many PDAs can access the internet, intranets or extranets via Wi-Fi or wireless wide area networks. Okay, സോ എന്താ പറയുന്നത്, പല PDAസിലും ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ട്, അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ ടെക്നോളജിയും വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓക്കെ, അനലോഗ് ആൻഡ് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ നമുക്ക് അനലോഗ് നോക്കാം. അനലോഗിൻ്റെ പിക്ചറാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ദേ കാൽക്കുലേറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എക്സാമ്പിൾ അമ്മീറ്റർ, വോൾട്ടേജ് മീറ്റർ. അമ്മീറ്ററും വോൾട്ടേജ് മീറ്ററും ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ഫിസിക്സ് ലാബിൽ, എന്തിനാണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ അതുപോലെയാണ് അനലോഗ് യൂസ് ചെയ്തിരുന്നത്. ദേ ആർ ഓൾഡ് ഔട്ട്ഡേറ്റഡ് കമ്പ്യൂട്ടേഴ്സ്. വളരെ പഴക്കമുള്ള ഔട്ട്ഡേറ്റഡ് കമ്പ്യൂട്ടേഴ്സാണ് അനലോഗ് കമ്പ്യൂട്ടേഴ്സ്.
Analog computer is a device that performs computation using continuous physical variables which are analogues of the actual items being computed. എന്തായിരുന്നു ഇത് പെർഫോം ചെയ്തിരുന്നത് ഫിസിക്കൽ വേരിയബിൾസിൻ്റെ ബേസിസിലായിരുന്നു. നോക്കൂ, അതായത് അനലോഗ് കമ്പ്യൂട്ടേഴ്സ് മൈറ്റ് ഫോർ എക്സാമ്പിൾ യൂസ് ദ കണ്ടിന്യൂസ് റൊട്ടേഷൻ ഓഫ് ഗിയേഴ്സ് ഓഫ് ദ ആംഗുലർ മൂവ്മെൻറ്റ്സ് ഓഫ് മെക്കാനിക്കൽ ഓർ ഇലക്ട്രോ മെക്കാനിക്കൽ പാർട്സ് ടു പെർഫോം കമ്പ്യൂട്ടേഷൻ. അതായത് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കൂ, അതിൻ്റെ ആംഗുലർ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ ഇൻപുട്ടായിട്ട് എടുത്തിട്ടായിരുന്നു അത് കമ്പ്യൂട്ടേഷൻസ് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഡിജിറ്റൽ. റൈറ്റ് സൈഡിൽ കണ്ടല്ലോ, ഡിജിറ്റൽ കമ്പ്യൂട്ടർ ദാറ്റ് യൂസസ് ബൈനറി ഡിജിറ്റ്സ് ഫോർ പ്രോസസ്സിങ്. എക്സാമ്പിൾ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്. നമ്മൾ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിലുള്ള പോലെ ബൈനറി ഡിജിറ്റ്സ് ആണ് അതിൽ പ്രോസസ്സിങ്ങിലായിട്ട് ഉപയോഗിക്കുന്നത്. A computer that stores data in terms of digits and proceeds in discrete steps from one state to the next. നമുക്കറിയാം എന്താണ് ഡാറ്റ ഇൻ ടേംസ് ഓഫ് ഡിജിറ്റ്സ്, നമ്പേഴ്സിൻ്റെ രൂപത്തിലായിരുന്നു ഡാറ്റ എടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ എന്ത് ചെയ്യും, ഡിസ്ക്രീറ്റ് സ്റ്റെപ്സിലൂടെ അത് പ്രൊസീഡ് ചെയ്യും. ദ സ്റ്റേറ്റ്സ് ഓഫ് എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ടിപ്പിക്കലി ഇൻവോൾവ് ബൈനറി ഡിജിറ്റ്സ് വിച്ച് മേ ടേക്ക് ദ ഫോം of the presence or absence of magnetic markers in a storage medium, on off switches or relays. In digital computers, even letters, words and whole text are represented digitally. അതിലെന്തായിരുന്നു, ടിപ്പിക്കലി ഇൻവോൾവ് ബൈനറി ഡിജിറ്റ്സ്. അതായത് ബൈനറി ഡിജിറ്റ്സ് എന്ന് പറയുന്നത് സീറോസും വൺസും. വൺസ് ആൻഡ് പോസിറ്റീവ് വാല്യൂസ്, സീറോസ് ആർ നെഗറ്റീവ് വാല്യൂസ് അല്ലേ. വിച്ച് മേ ടേക്ക് ദ ഫോം ഓഫ് ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് മാർക്കേഴ്സ് ഇൻ എ സ്റ്റോറേജ് മീഡിയം. സ്റ്റോറേജ് മീഡിയം ഓൺ ഓഫ് സ്വിച്ച് ഓർ റിലീസ്. അതായത് സ്റ്റോറേജ് മീഡിയത്തിൽ അങ്ങനെ മാഗ്നറ്റിക് മാർക്കേഴ്സൊക്കെ ഉണ്ടാകും. അത് നിങ്ങൾ വല്ലാണ്ട് കെയർ ചെയ്യണ്ട, എന്നാലും പഠിച്ചു വയ്ക്കാം. ഇൻ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ഈവൻ ലെറ്റേഴ്സ്, വേർഡ്സ് ആൻഡ് ഹോൾ ടെക്സ്റ്റ് ആർ റെപ്രസെൻറ്റഡ് ഡിജിറ്റലി. ഇതിലെന്താണ്, ലെറ്റേഴ്സും വേർഡ്സും ഹോൾ ടെക്സ്റ്റൊക്കെ ഡിജിറ്റലി റെപ്രസെൻറ്റ് ചെയ്യാവുന്നു. അൺലൈക്ക് അനലോഗ് കമ്പ്യൂട്ടേഴ്സ്, ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ഓൺലി അപ്രോക്സിമേറ്റ് എ കണ്ടിന്യൂം ബൈ അസൈനിങ് ലാർജ് നമ്പർ ഓഫ് ഡിജിറ്റ് സ്റ്റേറ്റ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ബൈ പ്രൊസീഡിങ് ഇൻ ആർബിട്രറി സ്മോൾ സ്റ്റെപ്സ്. നമുക്ക് അനലോഗിൽ വളരെ ചെറിയ രീതിയിലുള്ള എന്താണ് ഇൻപുട്ടൊക്കെ ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. ഇതിലെങ്ങനെയാണ്, അത് ലാർജായിട്ട്, അത് കണ്ടിന്യൂസ് ആയിട്ട് പോകാനായിട്ട് അസൈനിങ് ലാർജ് നമ്പേഴ്സ് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ്, ആർബിട്രറി ആയിട്ടുള്ള സ്മോൾ സ്റ്റെപ്സ് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നോക്കൂ, ഒരു ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. ഓക്കെ, ദേ കംപ്രൈസ് ദ ബെസ്റ്റ് ക്യാപ്പബിലിറ്റീസ് ഓഫ് ഡിജിറ്റൽ ആൻഡ് അനലോഗ് കമ്പ്യൂട്ടേഴ്സ്. ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിൻ്റെയും അനലോഗ് കമ്പ്യൂട്ടേഴ്സിൻ്റെയും ബെസ്റ്റ് ക്യാപ്പബിലിറ്റീസ് കംപ്രൈസ് ചെയ്തിട്ടുള്ള ഇതാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് ആർ കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് കംപ്രൈസ് ഫീച്ചേഴ്സ് ഓഫ് അനലോഗ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, ദ ഡിജിറ്റൽ കമ്പോണൻറ്റ് നോർമലി സെർവ്സ് ആസ് ദ കൺട്രോളർ and provides logical operations, while the analog component normally serves as a solver of differential equation. ഇതിലെന്താണ്, ഡിജിറ്റൽ കമ്പോണൻ്റ് ഒരു കൺട്രോളറായിട്ടും അതുപോലെ കൺട്രോളർ ഓഫ് എ ലോജിക്കൽ ഓപ്പറേഷൻസ് ആയിട്ടും അതുപോലെ തന്നെ അനലോഗ് കമ്പോണൻറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ഒരു സോൾവറായിട്ടും ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞതൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നോട്ട്സൊക്കെ എഴുതിയിട്ട് വരിക കേട്ടോ. ഓക്കെ, പഠിച്ചിട്ട് വരാം. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.